ഇംഗ്ലീഷ് എന്ന് കേട്ട എല്ലാവർക്കും അയ്യോ ഇതെന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. ഇംഗ്ലീഷ് അറിയാഞ്ഞിട്ടാണോ? ഒരിക്കലും അല്ല. ഇംഗ്ലീഷ് അറിയുന്ന ഭൂരിഭാഗം ആളുകൾക്ക് പോലും ഇംഗ്ലീഷ് കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കാനുള്ള ആ ഒരു മനോധൈര്യമില്ല. എന്തുകൊണ്ടാണ്? അത് തെറ്റിപ്പോകുമോ എന്ന്, അതിൽ ഗ്രാമർ മിസ്റ്റേക്സ് എന്തെങ്കിലും വരുമോ, ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമോ എന്നൊരു ഭയം ഓരോരുത്തർക്കുള്ളിലും ഉണ്ട്. എന്നാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തുകൊണ്ടാണ്? പഠനമായിക്കോട്ടെ, നല്ലൊരു കരിയർ ആയിക്കോട്ടെ, ഒരു ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് തന്നെ എടുത്താലും, ഏത് മേഖല എടുത്താലും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ള ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് തന്നെ ഇംഗ്ലീഷ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വരുന്ന അവസരങ്ങളൊക്കെ കണ്ടില്ലെന്ന് വിചാരിച്ച് നമ്മൾ പേടിച്ച് പുറകോട്ട് നിൽക്കുകയാണോ വേണ്ടത്? ഒരിക്കലല്ല. നമുക്ക് നമ്മളെ ലൈഫിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരണം, അല്ലേ? അപ്പം അതിനെന്താ വേണ്ടത്? നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല, അയ്യോ എനിക്ക് ഇംഗ്ലീഷ് പേടിയാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉൾവാലിയാതെ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾക്കറിയുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് കുറച്ച് ഗ്രാമേഴ്സും കാര്യങ്ങളും പഠിക്കുക കൂടിയും ചെയ്തിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ആ ഒരു മനോധൈര്യം ഉണ്ടാക്കിയെടുക്കണം. അപ്പം എന്താ ചെയ്യേണ്ടത്? ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ കൊച്ചു കൊച്ചു വീഡിയോസുമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് എന്ത് ചെയ്യാം? പഠിച്ചു തുടങ്ങാം, അല്ലേ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ബിഗ്നേഴ്സ് ടെക്കിലൂടെ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ കുറച്ച് വീഡിയോസുമായി നമുക്ക് മുന്നോട്ട് പോകാം.